അമ്മ ജീവിച്ചിരിപ്പുണ്ട്. What? അതെ സർ, അവർ രണ്ടുപേരും ജീവനോടെ ഉണ്ട്. എവിടുന്നാ നിങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത്? ഞങ്ങള് നേരിട്ടറിഞ്ഞാണ് സർ. എങ്ങനെ? എന്താ മോനെ? അതെ, രാധിക ചേച്ചി പോലൊരു ആന്റി ഇവിടെ ഉണ്ട്. പോലീസുകാര് വരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സർ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ സിഐക്ക് സാർ, ആ സിഐയുടെ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ ഞങ്ങളത് കണ്ടുപിടിച്ചേനെ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നിങ്ങൾ കാണിച്ചത് സാഹസമാണ്. എന്തുകൊണ്ട് നേരത്തെ എന്നെ അറിയിച്ചില്ല? ശ്യാമ മേഡത്തെ ഒരിക്കൽ കണ്ടെത്തിയിട്ട് വീണ്ടും നഷ്ടപ്പെട്ടതും ഇപ്പോഴും അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതും എന്റെ സർവീസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം കൂടിയാണ്. ഇപ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തേക്കും. സർ, അവിടെ അകപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഞങ്ങളുടെ ഇവിടെ ആറ്റോശ്ശേരി ശ്രദ്ധയുടെ കാര്യത്തില് ജോലി ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. അവരുടെ മകനും അവിടെയാ. അവന്റെ ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞിട്ട് പോലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് സാർ. ഒരിക്കലും അവിടെ എത്തിയ ഒരാൾ പോലും ആ സ്ഥിതി മാറി പുറത്തു വന്നിട്ടില്ല. മീഡിയയ്ക്ക് അറിയാതെ എങ്ങനെയൊക്കെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത്തരം സ്ഥാപനങ്ങൾ കുറെ എണ്ണമുണ്ട്. പ്രോപ്പറായി ഒരു നീക്കത്തിലൂടെ അല്ലാതെ അതെല്ലാം ഒന്നിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. രാധിക പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? ബിച്ചു. അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ആ കുട്ടിയുടെ കാര്യം കൂടെ തിരക്കാം. ഓക്കെ ദെൻ, ഡോണ്ട് വറി. നിങ്ങൾ സംശയിക്കുന്ന പോലെ ശ്യാമ മേഡവും അമൃത മേഡവും ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കണ്ടെത്തിയിരിക്കും. ഓക്കെ, താങ്ക് യു സർ.